കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും സന്തോഷത്തോടുകൂടെ രാവിലെ എഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യണം. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായി തീരട്ടെ എന്ന് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു വേദഭാഗം വേഗത്തിൽ വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കാകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായൊരു വേദഭാഗമാണ്. അവിശ്വാസ നിമിത്തം ചില നാളുകൾ സംസാരിക്കാൻ കഴിയാത്ത നിലയിലേക്ക് മാറിയ അനുഗ്രഹിതനും വിശുദ്ധനും കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി വളരെ വിശ്വസ്തയോടെ നിന്നതായിരിക്കുന്ന പുരോഹിതനായ സക്രിയാവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വേദനകരമായ സംഭവമാണ് നമ്മളിവിടെ വായിച്ചത്. സക്രിയാവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു പൗരോഹിത്യ ശുശ്രൂഷ കുടുംബമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവരെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് നമുക്ക് നന്നായിട്ടറിയാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു. വളരെ വിശ്വസ്തയോടും പ്രതീക്ഷയോടും വളരെ ദൈവഭയത്തോടും കൂടെ ദൈവസന്നദ്ധിയിൽ നിന്ന ഒരു ശുശ്രൂഷ കുടുംബമായിരുന്നു. ഇരുവരും വയസ്സ് എന്നവരായിരുന്നു. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൽപ്പനകളിൽ ന്യായങ്ങളിൽ കുറ്റമില്ലാത്തവരായി നടന്നവരായിരുന്നു ദൈവത്തിനും. പക്ഷെ അവർക്ക് പൗരോഹിത്യ കുടുംബത്തിനകത്തൊരു സന്തതിയില്ലായിരുന്നു. വളരെ പ്രാർത്ഥനയോടെ കുറ്റമില്ലാത്തവരായി ദൈവസന്നദ്ധി വളരെ വിശ്വസ്തയോടെ നിന്ന ആ കുടുംബത്തിനകത്ത് അനുഗ്രഹിക്കപ്പെട്ടൊരു അവസരം അവർക്ക് ലഭിക്കുകയാണ്. കൂറിൻ്റെ ക്രമപ്രകാരം അവർക്ക് ആമേൻ ആ യാഗം കഴിക്കുവാനുള്ള ഒരവസരം ദൈവം അവർക്ക് നൽകുകയാണ്. ആ കാലഘട്ടങ്ങളിൽ ആമേൻ വളരെ കാത്തിരിക്കുന്ന ആ പൗരോഹിത്യ ശുശ്രൂഷകരെല്ലാം വളരെ പ്രതീക്ഷയോടെ ഒരു ശുശ്രൂഷയ്ക്ക് ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹത്തോടെ, ഞാൻ എൻ്റെ ഭാഷയെ പറഞ്ഞ കൊതിയോടെ നിൽക്കുന്ന ഒരു മിഷണറി കുടുംബം. തലമുറകളില്ല എങ്കിൽ പോലും ആ ദൈവം തങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷകളൊക്കെ വളരെ വിശ്വസ്തയോടെ ചെയ്യുവാൻ ഒരു മടിയും കാണിക്കാതെ നിന്ന ആ കുടുംബം. അങ്ങനെ ജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് ജനത്തിൻ്റെ പാവങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം യാഗാർപ്പണമായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് താൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ശുശ്രൂഷയ്ക്കായി കയറുന്ന ഒരു സമയമാണ്. ആ സമയത്ത് താൻ ശുശ്രൂഷ ഇങ്ങനെ നിവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനം ആ പ്രാകാരത്തിൽ പ്രാർത്ഥനയോടെ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനതിനെ വിവരിക്കാനൊന്നും എനിക്കിതിനകത്ത് സമയം കിട്ടത്തില്ല. കാരണം ചെറിയ ഷോർട്ട് സന്ദേശമല്ലേ. ഞാനതിൻ്റെ കാതലായ സന്ദേശം ചുരുക്കി പറയാം. അങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദൂതൻ അവിടേക്ക് ഇറങ്ങി വരികയാണ്. പുറത്തു നിൽക്കുന്ന ആർക്കും അത് കാണാൻ പറ്റത്തില്ല. ദൂതൻ വന്നത് സക്രിയ പുരോഹിതൻ മാത്രമാണ് ആ ദൂതനെ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മറ്റാർക്കും കാണാൻ കഴിയാത്ത നിലയിലുള്ള ഏതെങ്കിലും സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവസാന്നിധ്യം വന്ന് നിന്റെ ആ മുമ്പിൽ നിൽക്കുന്നത് നിനക്ക് കാണാനോ മനസ്സിലാക്കാനോ അതിൻ്റെ സ്പർശനമേൽക്കാനോ എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ. തീർച്ചയായും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, തീ ഇങ്ങനെ പോകുന്നത് കണ്ടു ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ന് പലരും എഴുന്നേറ്റ് നിന്ന് സാക്ഷിയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു കാറ്റ് വന്നെന്നെ തലോടുന്നതായി എനിക്ക് തോന്നി എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് ഒരു വലിയ വെളിച്ചം വന്ന് പ്രത്യക്ഷപ്പെട്ടു, ഞാനത് കണ്ടു എന്ന് പറയുന്ന ചിലർ സാക്ഷി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം വേദപുസ്തകവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ സത്യമാണ് കേട്ടോ. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നവരെ ഒന്നും നമ്മൾ കളിയാക്കുകയോ ഒന്നും ചെയ്യണ്ട. സക്രിയാവ് ഈ ദൂതനെ നേരിട്ട് കാണുകയാണ്. ദൂതൻ തന്നോട് സംസാരിക്കുകയാണ്. ദൂതൻ തന്നോട് സംസാരിക്കുന്ന കാര്യങ്ങൾ മറ്റൊന്നുമല്ല,
താൻ നാളുകളായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മറുപടി ഈ യാഗാർപ്പണ ശുശ്രൂഷയിൽ തനിക്ക് ലഭിക്കപ്പെടുകയാണ്. തന്നോട് നേരിട്ട് ഗബ്രിയേൽ ദൂതൻ എന്ത് ചെയ്യാണ്? അതെ, ഗബ്രിയേൽ ദൂതൻ ദൈവത്തിന് സ്തോത്രം വരികയാണ്. അവിടെ എഴുതിയ ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ആ ദൂതനൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്തു നോക്കിക്ക്, എത്ര ഭാഗ്യമാണ് നമ്മുടെ വീട്ടിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വരിക. ഈ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ആരാധനാലയത്തിലേക്ക് ഒരു ദൂതൻ ഇറങ്ങി വരിക. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവദൂതൻ വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുക. എന്തൊരു ഭാഗ്യമല്ലേ! അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കപ്പെടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ ജീവിതത്തിൽ ഈ ഒരു അവസരം തനിക്ക് കിട്ടുമ്പോൾ ദൂതൻ പറയുന്ന കാര്യങ്ങൾ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം, നീ ഭയപ്പെടേണ്ട. കണ്ടോ, ദൈവത്തിന് സക്രിയാവിനോട് പറയും, നീ ഭയപ്പെടേണ്ട. കാരണം ദൂതനെ കണ്ടപ്പോൾ ഭ്രമിച്ച്, അവനെ കണ്ടയുടൻ ഭ്രമിച്ചു പോയി എന്നാണ്, ഭയപരവശനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ദൂതൻ പറയും, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും എന്ന ഒരു സന്ദേശമാണ് നൽകുന്നത്. എന്തൊരു ഭാഗ്യകരമായ അനുഭവമാണ്! ഒരു പ്രാർത്ഥനയിൽ, ഒരു ആരാധനയിൽ തനിക്ക് കിട്ടിയ ശ്രേഷ്ഠകരമായൊരു ഭാഗ്യം. ദൂതനെ കാണാനുള്ള ഭാഗ്യം, ദൂതൻ്റെ വായിൽ നിന്ന് നേരിട്ട് ഡയറക്റ്റ് ദൂത് സ്വീകരിക്കാനുള്ള ഒരു ഭാഗ്യം. മാത്രമല്ല, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയ്ക്ക് കൃത്യമായ മറുപടി തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള യാഗാർപ്പണത്തിൽ, തനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഇതാ മറുപടി തനിക്ക് ലഭിക്കപ്പെടുവാനിടയായി തീർന്നു. എന്തൊരു ഭാഗ്യമല്ലേ! ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്കൊക്കെ ലഭിക്കപ്പെടുന്നത് വളരെ ഭാഗ്യം തന്നെയാണ്. ഒരിക്കൽ ഞാൻ അർദ്ധരാത്രിയിൽ ഒരു പാറയുടെ മുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, ദൈവത്തിന് സ്തോത്രം, അർദ്ധരാത്രിയിലാണ്, വീടിൻ്റെ അവിടെ നിന്നൊരു 150-200 മീറ്റർ മാറി ഞാൻ ഒറ്റയ്ക്കേകനായിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതുപോലൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ദൈവത്തിന് ഒരു ദൂതൻ ഇറങ്ങി വന്ന് ഒരു വലിയ വെളിച്ചം എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് എൻ്റെ ഈ മാംസ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുവാനിടയായി തീർന്നു. ഒരുപക്ഷെ വിശ്വസിക്കാൻ ആർക്കും തയ്യാറല്ലായിരിക്കാം, പക്ഷേ എൻ്റെ ജീവിതത്തിലെ അനുഭവം എനിക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നും ദൈവം തൻ്റെ ദൂതനെ അയച്ച് നിന്റെ ജീവിതത്തിൻ്റെ കാര്യാദികളിൽ ഇടപെടാൻ മതിയായവനാണ്. നിന്റെ വീടിനകത്തേക്ക് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരട്ടെ. നിന്റെ പ്രാർത്ഥന കൂടെ മറുപടിയായി ദൂതൻ ഇറങ്ങി വരട്ടെ. ദൈവത്തിൻ്റെ മഹത്വം അറിയിക്കേണ്ടതിന് വേണ്ടി, ദൈവശക്തി നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി നിന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക്, നിന്റെ കുടുംബത്തിനകത്തേക്ക്, നിന്റെ തലമുറയിലേക്ക് ദൈവത്തിൻ്റെ ദൂതുവാഹിയായി സ്വർഗത്തിൽ ദൂതൻ ഇറങ്ങി വരട്ടെ. ഞാൻ അതിനായി സ്തോത്രം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വാക്കുകൾ നീട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. സമയത്തിൻ്റെ പരിമിതി നമ്മുടെ മുമ്പിലുണ്ട്. കൂടുതൽ പറഞ്ഞാൽ ഇത് നമുക്ക് യൂട്യൂബിലേക്ക് അത് കയറ്റിവിടുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഷോർട്ട് മെസ്സേജാണ് ഞാൻ പറയുന്നത്. നിങ്ങളിത് ഷെയർ ചെയ്യണം. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഹെരോദാവിനെ ദൂതനെ വിട്ടാണ് ഒറ്റയടിക്ക് അവൻ നിലത്ത് വീഴുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൂതനെ വിട്ട് ദൈവം എന്ത് ചെയ്തു? ഒരു വലിയ യുദ്ധം നടത്തുന്ന 1,85,000 ആളുകൾ കൊല്ലപ്പെടുന്നത് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. ദൂതൻ ഇറങ്ങിയാൽ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ സ്ഥിതിഗതികൾക്കും മാറ്റം വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സക്രിയാവിനോട് ദൈവം ശക്തമായ ദൂത് പറഞ്ഞ് ദൂതുവാകിയായി ഗബ്രിയേൽ കടന്നു വന്ന് ഈ ദൂത് കൈമാറ്റം ചെയ്യുകയാണ്. ദൈവം അനുവദിച്ച നാളെ നമുക്ക് ഇതിനോട് ബന്ധപ്പെട്ട് സന്ദേശം കേൾക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. സ്വർഗസ്ഥനായ പിതാവേ, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവശക്തി ആവരിക്കണമേ. ഈ സന്ദേശം ജീവിതത്തിൽ വലിയ വിടുതലായി മാറുവാൻ, കുടുംബത്തിന്, തലമുറകൾക്ക് ഒരു വലിയ അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളിത് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലുണ്ടാകട്ടെ, ഉയർച്ചയുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. ഈ പകൽ നിങ്ങളുടെ നന്മയുടെ, ഉയർച്ചയുടെ, അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ എന്ന് ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.